നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിലെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവമായെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നു കൂടി നിഗമനങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ആകെയുള്ള 87 ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ 48 എണ്ണമാണ് ഇപ്പോൾ അടച്ചത്. പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം ലഭിച്ചെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ശ്രീനഗർ, ഗന്ദർബാൽ ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും കശ്മീരി പണ്ഡിറ്റുകൾ, CID പേഴ്സണൽ, പ്രദേശവാസികളല്ലാത്തവർ എന്നിവർക്ക് നേരെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ നടത്താൻ പാക് ചാര സംഘടനയായിട്ടുള്ള ഇന്റർ സർവീസ് ഇന്റലിജൻസ് അതായത് ISI പദ്ധതി ഇടുന്നുണ്ടെന്ന വിവരമാണ് അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത്. ഭീകരരുടെ വീടുകൾ തകർത്തതിന്റെ പ്രതികാരമെന്നോണം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏപ്രിൽ 22-നായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരടക്കം 5 പേർ ചേർന്ന് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 26 ടൂറിസ്റ്റുകളെയും ഒരു കശ്മീരിയെയും ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനിടയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ എവിടെയാണ് എന്നുള്ളത് സംശയം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. മുനീറിനെ കാണാനില്ല എന്നത് തന്നെ ചുരുക്കം. ഇതേക്കുറിച്ച് തിടുക്കത്തിലുള്ള നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് ഒഴിവാക്കേണ്ടത് നിർണായകമാണെങ്കിലും ജനറൽ മുനീറിന്റെ തിരോധാനത്തിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയവും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന തെളിവുകളും അവഗണിക്കാൻ കഴിയില്ല. ജനറൽ അസീം മുനീറിനെ പോലെ ഒരു ശക്തനായ സൈനിക മേധാവി, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ശക്തനായ ഒരു സൈനിക മേധാവി പെട്ടെന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് വളരെ വളരെ അസാധാരണമാണ്. പരമ്പരാഗതമായി പാകിസ്ഥാന്റെ ഹൈബ്രിഡ് സിവിൽ മിലിറ്ററി സെറ്റപ്പിൽ സൈനിക മേധാവി വെറുമൊരു സൈനിക നേതാവല്ല, മറിച്ച് അവരുടെ ദേശീയ സുരക്ഷാ നയത്തിന്റെ യഥാർത്ഥ മധ്യസ്ഥൻ കൂടിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ. പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്തിരുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബയുടെ പ്രതിനിധിയായിട്ടുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അതായത് TRF പിന്നീട് ഈ അവകാശവാദത്തിൽ നിന്ന് പിന്മാറുക കൂടി ചെയ്യുന്നുണ്ട്. ഇതിന് മുനീറിന്റെ തിരോധാനവുമായി ബന്ധമുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. TRFന്റെ ആദ്യത്തെ അവകാശവാദം പാകിസ്ഥാന്റെ ഇടപെടലിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗം കൂടിയായിരിക്കാം. ഒരുപക്ഷെ പെട്ടെന്ന് അവർ പറയുമ്പോൾ മറ്റെന്തിലേക്കെങ്കിലും ഇന്ത്യയുടെ ചിന്ത പോകുമെന്നുള്ള കാരണമായിരിക്കാം. പാകിസ്ഥാൻ അധികാരികളോ മറ്റ് ഭീകര ഗ്രൂപ്പുകളോ TRFന്റെ ഉത്തരവാദിത്ത അവകാശവാദം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ആക്രമണത്തിന്റെ ഒരു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും ഇതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ കുറയ്ക്കാനുമുള്ള ഒരു ആഗ്രഹമായിട്ടും, അതായത് ഇതിലൊരു സമാധാനം കൊണ്ടുവരാൻ, അതായത് ഇതിനെയെല്ലാം മെല്ലെ പോക്കിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു കാര്യമായിട്ട് കൂടി ഇതിനെ നമുക്ക് നിർവചിക്കാൻ കഴിയും. ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കശ്മീരിനെ കുറിച്ചുള്ള മുനീറിന്റെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ ഏപ്രിൽ 22-ലെ കൂട്ടക്കൊലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ തുടർന്നും നിഷേധിക്കുന്നുണ്ടെങ്കിൽ തെളിവുകൾ മറിച്ചു തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള അറിയപ്പെടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം, ആക്രമണത്തിന്റെ സ്വഭാവം, ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലം, വിശ്വസനീയമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ എന്നിവയെല്ലാം പാകിസ്ഥാന്റെ പങ്കാളിത്തത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ജനറൽ മുനീറിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ആരോപണങ്ങൾക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തെളിവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുനീറിന്റെ പെട്ടെന്നുള്ള ഒളിവിലേക്കുള്ള പോക്ക്, ആക്രമണത്തിൽ മുനീറിനുള്ള പങ്കിനെക്കുറിച്ചും മുനീറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ ഗുരുതരമായ സംശയങ്ങളാണ് ഉയർത്തുന്നത്. നന്ദി.